ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാ നീ? ലോകത്തിന്റെ അല്ല, എന്റെ വീടെന്ന് പറയണ മൂന്നാം ലോക രാഷ്ട്രം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായി പറയണേ. ഭാമ കോഴ്സ് കഴിഞ്ഞ് വരാൻ ഇനിയിപ്പോ അധികമൊന്നുമില്ല. വന്നിട്ട് കാണാം. അവള് നിന്നെ പോലെ പൊട്ടിയാവില്ല. നിന്നെ പോലെ ഒരു കറവ് പശു ആൻ അവള് നിൽക്കുമെന്ന് കണ്ടെന്നെ അറിയണം. സതീശോ, സമയം 9:15 കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് അടിച്ച് ചത്താലെന്താ ചാരുതെടുത്തേ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കയ്യങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. വാ. ഭാഗ്യം, നമ്മള് സമയത്തിന് അതേ ബസ് വന്നു. ചെറുവത്താണി ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ, മോളെ തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? മോളെ ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. അത്രയും വേഗം കേറ്. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ. എന്തായി കാണിക്കണേ? ഏതായി തള്ളാ നിങ്ങൾ കാണിച്ചേ? ബസ് പോയി. ബസ് പോട്ടെ, ഇനിയും വരും. തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാർ ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ധർമ്മന്റെ ഭാര്യ ശാരദ. നിങ്ങൾ ആരാ? ആ നായിന്റെ മോനുണ്ടല്ലോ, ഇവളുടെ ആങ്ങളാ. അവൻ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു സാധുവാണ് ഞാൻ. എന്റെ മോന് വില്ലേജ് ഓഫീസിൽ ജോലി വാങ്ങി കൊടുക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ആകണ്ടായിരുന്ന 6.5 സെന്റ് പണയം വെപ്പിച്ചിട്ട്